ഹലോ ഗൈസ്, എനിക്ക് ഗവൺമെൻറ്റിനോടൊരു കാര്യം പറയാനുള്ളത്. ഞാനിടുന്ന വീഡിയോ എത്ര പേര് കാണുന്നെന്നോ ആരൊക്കെയാണ് കാണുന്നതെന്നോ എനിക്കറിയത്തില്ല. ആരെങ്കിലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നം ഈ മഴയും ഈ റോഡിൻ്റെ വെള്ളപ്പൊക്കവും റോഡിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് റോഡിൻ്റെ പ്രശ്നം ഒന്ന് ക്ലിയർ ആക്കാനായിട്ട് എനിക്ക് മനസ്സിൽ തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ റോഡുകൾ ഹൈടെക് ആക്കും ഹീടെക് അതൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയുടെ പ്രധാന പ്രശ്നം എല്ലാവർക്കും അറിയാമല്ലോ. മഴ നല്ല രീതിയിൽ മഴ പെയ്യും, വെള്ളക്കെട്ടാണ്. അപ്പോൾ ഡ്രൈനേജ് സംവിധാനം കറക്റ്റായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന രീതിയിൽ കോൺക്രീറ്റ് ഇടുക. കോൺക്രീറ്റ് അല്ലെങ്കിൽ നല്ല സ്ലോപ്പുള്ള സ്ഥലത്ത്, നല്ല താഴ്ചയുള്ള റോഡ് ഭാഗത്തെല്ലാം ടാറിന് പകരം നല്ല കട്ടിയുള്ള രീതിയിൽ കോൺക്രീറ്റ്, എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, അതിന് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടൊരു ബേസ്മെൻറ്റ് കൊടുക്കുക. അത് കോൺക്രീറ്റോ വേറെ എന്തെങ്കിലും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കോൺക്രീറ്റ് എന്നല്ല, എനിക്ക് കോൺക്രീറ്റ് ഇടാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്ന അവസരം മണ്ടത്തരം എന്ന് പറയരുത്, കാരണം എനിക്ക് റോഡ് വർക്കിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷേ എന്താ പറയുന്നത് വെച്ചാൽ, മെയിനായിട്ടും ഈ അടിസ്ഥാന സൗകര്യങ്ങളായ ഈ യാത്രയും ഈ പറയുന്ന പിന്നെ അതല്ല ഇനി പറയാൻ വന്ന കാര്യം വിട്ടുപോയി. ശരിക്കും പറയാൻ വന്നത് അതാണ് റോഡ് കോൺക്രീറ്റ് ചെയ്യുക. അത് മാത്രമല്ല, ഈ റോഡ് വർക്കുകൾ, PWD വർക്കുകൾ, അത് ഗവൺമെൻറ് മാത്രം ഫുള്ളായിട്ട് ചെയ്യാതെ കരാർ കൊടുത്തിട്ട് പ്രൈവറ്റായിട്ട് ഇപ്പോഴങ്ങനെ തന്നെ ചെയ്യുന്ന, എന്നാലും പ്രൈവറ്റായിട്ടുള്ള നല്ല കമ്പനികളെ വെച്ചിട്ട് അത് റോഡ് നല്ല രീതിയിൽ ചെയ്യുക. പിന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കൂടുതൽ സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ നല്ല രീതിയിൽ സ്ഥാപിക്കുക. സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുമ്പോൾ നല്ലതാണ്, കറണ്ട് ലാഭം. പിന്നെ അത് മാത്രമല്ല, ഇപ്പം വളരെ ചീപ്പ് റേറ്റിൽ സോളാർ ലൈറ്റുകൾ കിട്ടും. അത് ഒരുപാട് വെട്ടം വേണമെന്നില്ല, റോഡ് മാത്രം അല്ലെങ്കിൽ പരിസരം മാത്രം കിട്ടുന്ന രീതിയിൽ ലൈറ്റുകൾ. അത് ഫുൾ കേരള, മെയിനായിട്ട് ഉൾനാടുകളിൽ, ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിൽ പോയില്ലെങ്കിൽ, ശരിക്കും ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലാണ് പോകാനുള്ളത്. അതുകൊണ്ട് ഇപ്പം മെയിൻ റോഡുകളെല്ലാം ഗവൺമെൻറ് ലൈറ്റുണ്ട്. ഈ ഉള്ളിലോട്ടുള്ള റോഡുകളിൽ മിക്കയിടത്തും മെയിനായിട്ടും സ്ട്രീറ്റ് ലൈറ്റുകൾ, സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുക. അത് പ്രൈവറ്റായിട്ടുള്ളൊരു കരാർ ഏജൻസിയെ എല്ലാം ഏർപ്പാടാക്കി ചെയ്യുക. നമ്മളെ നാട് നല്ല വെട്ടം വെളിച്ചമുണ്ടെങ്കിൽ തന്നെ ആൾക്കാർക്ക് ഒരു ഭയം ഉണ്ടാവും. കാരണം റോഡിൽ കിടന്നുണ്ട്. പിന്നെ ക്യാമറയിൽ സ്ഥാപിക്കുക പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം. അപ്പോൾ ആൾക്ക് ഒരു നിരീക്ഷണം ഉണ്ടാവും ഉള്ളപ്പോൾ തന്നെ കുറേയൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ നിയമം ശക്തമായി നടപ്പിലാക്കുക, പ്രശ്നം ഉണ്ടാകുന്നതിനെ പിടിച്ചകത്തിടുക. ജനാധിപത്യമാണ് നോക്കണ്ട.